പയ്യെ കുടിയടി. എന്റെ ചേട്ടനാ. ഇതൊക്കെ എന്ത് എക്സൈറ്റ്മെന്റ് ഇല്ലാത്ത ഐ ആം വെരി എക്സൈറ്റഡ്. അച്ചേട്ടനെ പോലെ നല്ല പായസം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ട്രാവൽ ചെയ്യാൻ പോകണം. ട്രെയിൻ വഴിയാണ് നാട്ടിൽ പോവാണ് ട്രിവാൻഡ്രത്ത്. നമ്മളെപ്പോഴും ചെയ്തുകൊണ്ടിരിക്കില്ലേ എൻഗേജ്മെൻറ്റ് പാർട്ട് 1, 2 എന്നൊക്കെ ഷോപ്പിംഗ് വീഡിയോസ്. അപ്പോൾ മറ്റന്നാളെ പാറുവിൻ്റെ എൻഗേജ്മെൻ്റ് ആണ്. അപ്പോൾ ഞാൻ ഇവിടുന്ന് പോവാം. ഐ വോണ്ടഡ് ടു ഗോ ലൈക്ക് 2 അല്ലെങ്കിൽ 3 days ബിഫോർ, ലൈക്ക് അവളെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ. പക്ഷേ ഈ മാസം ഒരുപാട് ട്രാവൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളൊരു മാസം. 3 പ്രാവശ്യം നാട്ടിൽ പോകണം. ആൻഡ് ഫസ്റ്റ് ടൈം ഇത് തൊട്ട് തുടങ്ങുകയാണ്. ഇന്നിപ്പോൾ നാട്ടിൽ പോകണം. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഫ്രണ്ടിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ കല്യാണമാണ്. ആൻഡ് എൻ്റെയും എൻ്റെ അച്ഛൻ്റെയും ബർത്ത്ഡേ മന്താണ്. അപ്പോൾ അച്ഛൻ്റെ ബർത്ത്ഡേ 60th ബർത്ത്ഡേ ആണ്. അപ്പോൾ അത് ഇപ്രാവശ്യം സെലിബ്രേറ്റ് ചെയ്യണം എന്നാണ് അമ്മ പറഞ്ഞത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വീണ്ടും പോകണം. എനിക്ക് ആക്ച്വലി പോകാൻ തോന്നുന്നില്ല. പപ്പി ഇങ്ങനെ വിഷമിച്ചു ഞാൻ പാക്ക് ചെയ്യണം കണ്ടപ്പോഴത്തേക്ക് അവളിങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ എനിക്ക് സങ്കടം തോന്നി. പക്ഷേ ഈ നന്ദു ഉണ്ടല്ലോ നോക്കിക്കോളും. വെയിറ്റ് ചെയ്യാണ് ഊപ്പർ വന്ന ഉടനെ ഇറങ്ങാം. അവളെ കെട്ടിയിടണം എന്നിട്ട് വേണം പോകാൻ. നന്ദു ഒരു ഷൂട്ടിലാണ്. അപ്പോൾ നന്ദു ഇല്ല ഇവിടെ. അവൻ എനിക്ക് തോന്നുന്നു ഞാൻ പോയിട്ടൊരു 2-3 hours കഴിയുമ്പോഴത്തേക്കും വരും. ലൈറ്റ് പോകുന്ന വരെ ഷൂട്ട് ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ by 6-6:30 അവിടെ റാപ്പാവും തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ അവൻ by 7-7:30 വരുമായിരിക്കും. പോയിട്ട് വേഗം വരാം കേട്ടോ. പാപ്പൊക്കെ കഴിച്ച് വെള്ളമൊക്കെ കുച്ചിന്നു. ഇത് 6 മണിക്കൂറൊന്നും പറഞ്ഞ് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ 11 മണിയാവും. അപ്പോൾ ഞാൻ അവിടുന്ന് 11 മണി എന്നാണ് കാണിച്ചത്. മൂന്നാമത്തെ മീനാണോ കഴിക്കാൻ പോകുന്നത്? Day 2 ആണ്. അപ്പോൾ ഇന്നലെ നൈറ്റ് ഞാൻ എത്തിയിട്ട് അങ്ങ് കിടന്ന് ഉറങ്ങി. ആക്ച്വലി നല്ല ടയർഡായപ്പോൾ കുറേ നേരം റീൽസൊക്കെ കണ്ടിട്ട് ഞാൻ അങ്ങ് ഉറങ്ങി. ഐ വാസ് എക്സ്ട്രീംലി മിസ്സിങ് പപ്പി. കാരണം റൂമിൽ ഫുൾ പപ്പിയുടെ ഫോട്ടോയും പിന്നെ അവളില്ലാണ്ട് ഉറക്കമൊക്കെ വരാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഈവൻ നൗ ഐ എം മിസ്സിങ് ഹർ ലൈക്ക് ഭയങ്കര കൂടുതലായിരുന്നു. വൈവൻ ഞാൻ സ്വപ്നമൊക്കെ കണ്ടു. ഇസ് ഇറ്റ് ബാഡ്? ഡു ഐ നീഡ് ട്രീറ്റ്മെൻറ്റ്? എനിവേ അപ്പം ഞാനിപ്പോൾ രാവിലെ ഇവിടെ സ്റ്റൈൽ പ്ലസിൽ പോവാണ്. അപ്പോൾ നാളത്തെ ഫംഗ്ഷന് ഞാൻ ജ്വല്ലറി ഒന്നും എടുത്തിട്ടുണ്ടായില്ല. അപ്പോൾ ഒരു ഹിപ്പ് ചെയിൻ ഞാൻ അവിടെ നിന്ന് റെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ കഴിഞ്ഞ വ്ളോഗിൽ ചെയ്തില്ല, അവിടെ നിന്ന് റെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഒരു ചോക്കറും ഒരു വളയോ അല്ലെങ്കിൽ കമ്മലോ അങ്ങനെ എന്തെങ്കിലും വേണം. ശരി തന്നെ ചേച്ചി, അവരമ്മ കൊള്ളൊക്കെ നോക്കണം. ഇത്ര സീരിയസ് ആയിട്ട് വന്നാണോ? അജിൻ ഒരു ഡ്രോൺ പൈലറ്റ് ആണ്. ഡ്രോൺ എവിടെ? അജിന്റെ കയ്യിലും ഒരു സെൻ ഉണ്ട്, നമ്മുടെ കയ്യില് സെൻ. എനിക്ക് സെൻ ഭയങ്കര ഇഷ്ടമാണ്. കൊച്ചല്ലേ അച്ഛൻ ഏറ്റവും കൂടുതൽ വിൽക്കാൻ വേണ്ടിട്ട് എടുക്കുന്നത് ഇതാണ്. എന്താന്ന് മനസ്സിലാവുന്നു? നീ എന്തേ നോക്കൊണ്ടിരിക്കുന്നത്?
എനിക്കൊന്നും അറിയില്ല. ഇത് ടെമ്പിൾ. ഇതാണ് AD. അമേരിക്കൻ ഡയമണ്ടിനെയാണ് AD എന്ന് പറയുന്നത്. എനിക്ക് അതേ ആസ്വദിക്കില്ലേ. ഓൺലൈൻ ഒന്നും വാങ്ങിക്കാൻ സമയമില്ലെങ്കിൽ നീ പ്ലാനറ്റ് ജ്വല്ലറിയിൽ വന്നാൽ മതി. ഇവിടെ വന്നാൽ നമുക്ക് ടെമ്പിൾസ് ഇട്ട് അതുകൊണ്ട് എല്ലാ ദൈവങ്ങളും കിട്ടും. പിന്നെ നമുക്ക് AD ജ്വല്ലറി കിട്ടും. റോസ് ഗോൾഡ് ഉണ്ട്. നിനക്ക് എന്ത് വേണം? കണ്ടോ, ഇത് കണ്ടോ, ജ്വല്ലറി എടുക്കാൻ പറ്റും. അയ്യോ, JK വിളിച്ചില്ല. JKനെ വിളിക്കണം. ഇത് കഴിഞ്ഞാൽ നമ്മൾ പോകുന്നത് പോത്തീസിലാണ്. പോത്തീസിൽ പോയിട്ട് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്, എൻ്റെ കല്യാണമാ. അപ്പോൾ ഇവിടെ പോത്തീസിൽ പോയിട്ട് നമ്മൾ ഇത് എടുക്കും, എൻ്റെ തുണി നോക്കും. അജിനാണ് നോക്കുന്നത്. പോത്തീസിൽ എന്താ ഗ്രോസറി ഉണ്ടല്ലോ ഇപ്പം. പക്ഷെ എനിക്ക് തോന്നണേ അജിൻ്റെ തുണി എടുക്കാൻ പോയിട്ട് എനിക്ക് നല്ല ആഗ്രഹമുണ്ട് എനിക്കൊരു മെറ്റീരിയൽ വാങ്ങിക്കണം. എന്തെന്നറിയോ, എനിക്ക് ഫുൾ സ്ലീവ് കുർത്ത തയ്പ്പിക്കണം. ഭയങ്കര വെയിലല്ലേ, അപ്പം അതും കൂടെ നോക്കാന്ന് വിചാരിക്കുന്നു. സ്കൂൾ പിള്ളേർ എന്തെന്ന് വായി നോക്കാം. ചാപ്പി. എനിക്ക് കൊതിയാവുന്നടാ. ഉണ്ടോ മാങ്ങ കിട്ടാത്തതിൽ? എനിക്ക് നല്ല വിഷമമുണ്ട്. നല്ലതല്ലേ? എന്ത് എരിയുന്ന എന്റെ വ്ളോഗ് കാണുന്നവരെ നീ ഇത് ചെയ്യരുത്, ഇൻസൾട്ട് ചെയ്യരുത്. 500 പേരല്ലേ ഉള്ളു. അത് 500 പേര് നിന്റെ ക്ലോസ് ഫ്രണ്ടാണ്. ചൂടാണ് സഹിക്കാൻ പറ്റാത്തത്. പൊക്കം നോക്കുന്നുണ്ട്. പയ്യെ കുടിയടി. നോ ഷുഗർ ഡയറ്റ് എന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നത്. നാളെ എൻഗേജ്മെന്റ് അല്ലേ, ഒരു 3 ദിവസമെങ്കിലും മധുരമൊന്നും കഴിക്കാം. ഞാൻ നാളെ പോവാ. വിഷമമുണ്ടോ നിനക്ക്? സന്തോഷം. നീ പോയതുപോലെ തന്നെ ഉണ്ടല്ലോ. കുറച്ച് കണ്ണ് അങ്ങനെ ഇരിക്കുന്നു. കല്യാണമായിട്ട് സുന്ദരനാവണ്ടേ. ഇനി മാമിയുടെ അവിടെ പോവാ. അവിടെ പോയി കുറച്ച് നേരമൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് നന്ദുവിൻ്റെ വീട്ടിലും പോകണം എന്നിട്ട്. അപ്പോൾ അതാണ് ഇന്നത്തെ പ്ലാൻ. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് ഫുൾ ഒരു വീഡിയോ ആക്കാനാണ്, അവിടെ നിന്ന് ഇറങ്ങിയതും പിന്നെ എൻഗേജ്മെൻറ്റിന് പോണതും എല്ലാം. പക്ഷേ സിൻസ് എനിക്ക് തോന്നിയത് എഡിറ്റ് ചെയ്ത് വരുമ്പോൾ കുറച്ച് ലെങ്തി ആയിരിക്കും. അങ്ങനെ ആണെങ്കിൽ 2 വീഡിയോ ആക്കാമെന്ന് വെച്ചു. അപ്പോൾ ഇന്ന് നന്ദുവിൻ്റെ അവിടെ പോകുന്നവരെടുത്തിട്ട് പിന്നെ ബാക്കി നാളെ ഗെറ്റ് റെഡി വിത്ത് മീ ഓൾസോ ചെയ്യാമല്ലോ. സോ ദാറ്റ്സ് ദ പ്ലാൻ. അമ്മ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. അപ്പോൾ അമ്മ സ്കൂളിൽ പോയിരുന്നു. അമ്മ അതാ ഇപ്പം വരും. എന്നിട്ട് നമ്മൾ മാമിയുടെ അവിടെ പോകും. നീയാണ് ഇന്ന് നമ്മളെ ലേറ്റ് ആക്കിയത് നീ അമ്മേ. You made us late. No. Yes. ഇതാ ഇതൊക്കെ കാണാമോ ആനെ? നമ്മളിവിടെ മണ്ഡപം ഡെക്കറേഷൻ കാണാനേക്കാ. എന്റെ ചേട്ടനാവോ ഞാനിത് ഇന്ന് ഇടൂല. എൻഗേജ്മെന്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഇടുള്ളൂ. നീ സ്ട്രെസ് ആവാതെ. നാളെ നമുക്ക് എടുക്കാം. നമ്മളല്ലേ ആദ്യം കാണാൻ പോണത്. അതെല്ലാം ഞാൻ എടുക്കും. എന്നിട്ട് ഇതേപോലെ അവള് നാളെ ഇടും. അപ്പൊ നമ്മള് വല്ല വഴക്ക് പറയുന്നത് പിന്നെ അത് പിന്നെ എനിക്ക് ഇത്രയും കഥയൊന്നും ഇടാൻ പറ്റില്ല. നമ്മൾ എൻഗേജ്മെന്റിന്റെ 2 വീഡിയോ ഇട്ടില്ലേ, അപ്പൊ എൻഗേജ്മെന്റും കാണിക്കണ്ടേ. അപ്പം ഇന്ന് ഞാൻ കൊച്ചി കംപ്ലീറ്റ് ചെയ്തിട്ട് കാണിക്കും. ഇതിപ്പം എൻഗേജ്മെന്റ് വീഡിയോ കൊച്ചിന്ന്. ഐ യു എക്സൈറ്റഡ് പാറു? ഡ്രസ്സ് ലാസ്റ്റ് ഇട്ട് നോക്കിയാ ഓക്കെ ആണ്? നിനക്ക് ഇഷ്ടപ്പെട്ട ജ്വല്ലറി ആയിട്ട് ഇട്ട് നോക്കിയാ? കാരണം ട്രയൽ നോക്കിക്കോണല്ലോ. ഇത് അത് വീട്ടിൽ പോയിട്ടേ നീ ജസ്റ്റ് ബ്ലൗസ്
അതിപ്പോ വന്നിട്ട് ഞാൻ ചെയ്യാം. എന്ത് നിന്റെ അടുത്ത് പറയാവുന്ന നമ്മൾ വീട്ടിൽ പോയിട്ടെ ഇവന്റെ ഫുൾ ഡ്രസ്സ് ഇട്ടിപ്പിച്ച് നോക്കണം. എനിക്ക് ആ മാല ഒന്ന് പുറത്തോട്ടണം. നിന്റെ ബ്ലൗസ് ഇട്ടാൽ മതി. ബ്ലൗസും ജ്വല്ലറി ഇട്ട് നോക്കാം. ഇനി ഇത്ര പുച്ഛ എന്ത് ഇതല്ലേ 4 കെട്ട്? ഇതും 4 കെട്ടെന്ന് പറയും. കൊള്ളാടി പാലസ് മറ്റേ വൈകുണ്ഠത്തിനെ കാട്ടിലും കൊള്ളാം. വധു വരാൻ. ഓ ദേ ആർ കുക്കിംഗ് ഓ വാട്ട്? അവർ ഇവിടെ വന്ന് നിന്നാണോ ഫുഡ് കുക്ക് ചെയ്യണേ? അത് കൊള്ളാം. ഇതൊക്കെ എന്ത് എക്സൈറ്റ്മെന്റ് ഇല്ലാത്ത? ഐ എം വെരി എക്സൈറ്റഡ്. ഞാൻ എപ്പോഴാണ് ഇതുപോലെ തുള്ളാതിരിക്കുന്നത്? ഹലോ, അടിപൊളി സദ്യ ആയിരിക്കും ചേട്ടാ. ചിപ്സിനാണോ ഇത്? എനിക്ക് എക്സ്ട്രാ ചിപ്സ്. ഞാൻ മറ്റേ കല്യാണരാമനിൽ മാത്രമേ ഇത് കണ്ടിട്ടുള്ളൂ. അച്ചേട്ടനെ പോലെ നല്ല പായസം. അതെന്താ സാമ്പാറിന് താടി മീശുണ്ടാ? കൂടുതൽ ഇളക്കല്ലേ? ഇളക്കണ്ടെങ്കിൽ വേണ്ട, ഞാൻ പോവാ. എടോ താനെങ്ങനെ പോണേ? അപ്പൊ എന്തിനാ ഇളക്കല്ലേ ഇളക്കല്ലേ എന്ന് പറയണേ? ഇളക്കല്ലേ എന്ന് പറഞ്ഞാൽ ഇളക്കാനാ. പിന്നെ അത് പറ. ചേട്ടന്റെ പേരെന്താ? ചേട്ടനാണോ ഇതെല്ലാം ചെയ്യണേ? ഇതെന്ന് തൊലിച്ച് തീരും, കണ്ണ് തീർന്നില്ലേ? ഇടയല്ലേ വരൂലല്ലോ അതിന്. നമ്മള് നല്ല മഴയുണ്ട്. അച്ഛൻ്റെ ഐഡിയ ആണ്. നമ്മൾ എവിടെ പോകണമ്മ? ബാലാജിയിൽ പോവാണ് ചായ കുടിക്കാൻ. ബാലാജി ഇസ് ക്വൈറ്റ് ഫേമസ് ഹിയർ. ദോശ കിട്ടിയപ്പോ മറന്നുപോയി അമ്മ വീഡിയോ എടുക്കാൻ. അമ്മയ്ക്ക് എന്തെങ്കിലും മനസ്സിലായിട്ടാണോ ഇത് കാണുന്നത്? കണ്ടിട്ടുണ്ടോ?